കളമശ്ശേരിയിൽ ആര് സ്ഥാനാർത്ഥിയായി നിർത്തുമെന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിൽ ഭിന്നത രൂക്ഷമാണെന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം. ആരിസ് പീരാൻ വരുമെന്ന് ഉറപ്പാണെങ്കിലും എതിർപ്പ് ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ലെന്നതാണ് വാസ്തവം. രാജീവിൻ്റെ സിറ്റിംഗ് സീറ്റിൽ CPM അദ്ദേഹത്തെ തന്നെ നിർത്തുമ്പോൾ കഴിഞ്ഞ തവണത്തെ തെറ്റ് ആവർത്തിക്കരുതെന്ന് ലീഗിലെ പലരും പറയുന്നുണ്ട്. കാരണം സ്ഥാനാർത്ഥി നിർണയം ഏറ്റവും പ്രാധാന്യമുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണിത്. ഒരുപക്ഷേ കേരളത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മണ്ഡലം. കാരണം UDFനും LDFനും ഒരുപോലെ സാധ്യതയുള്ള ഒരു മണ്ഡലമാണിത്. ശരിക്കും പറഞ്ഞാൽ സാധ്യത 50-50 ആണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു ചെറിയ പാളിച്ച പറ്റിയാൽ മണ്ഡലം കൈവിടുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് CPM കരുത്തനായ P. രാജീവിനെ കഴിഞ്ഞ തവണ ഇവിടെ നിർത്തിയതും വിജയിപ്പിച്ചെടുത്തതും. 2016 മുസ്ലിം ലീഗിലെ VK ഇബ്രാഹിം കുഞ്ഞ് 68,726 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ച മണ്ഡലത്തിലാണ് സ്ഥാനാർത്ഥി മാറി ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ അഡ്വക്കേറ്റ് VA ഗഫൂർ വന്നപ്പോൾ P. രാജീവ് 15,336 വോട്ടിന് വിജയിക്കുന്നത്. അതൊരു അട്ടിമറി വിജയമാണ്. ഇത് കണക്കിലെടുത്താണ് മണ്ഡലക്കാർ അവിടെ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും കരുത്തനായ നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയെ തന്നെ മത്സരിപ്പിക്കാൻ ശ്രമം നടത്തിയത്. കുഞ്ഞാലിക്കുട്ടി നിന്നാൽ പിന്നെ പറയാനില്ല, വിജയം ഉറപ്പാണ്. പക്ഷേ അത് നടപ്പുള്ള കാര്യമല്ല. VA ഗഫൂറിനോട് പൊതുവെ UDFകാർക്ക് മണ്ഡലത്തിൽ ചെറിയ ഒരു എതിർപ്പുണ്ട് എന്ന് മാത്രമല്ല, VA ഗഫൂർ നല്ല നേതാവാണ്, നല്ല മനുഷ്യനാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ അദ്ദേഹം ഒരു ക്രൗഡ് പുളറല്ല. പിന്നെ മക്കൾ രാഷ്ട്രീയത്തോടുള്ള ജനങ്ങളുടെ എതിർപ്പും അദ്ദേഹത്തിന് പ്രതികൂലമാണ്. അതുകൊണ്ടാണ് 2021 P. രാജീവ് ഇവിടെ വിജയിക്കുന്നത്. അല്ലാതെ രാജീവിൻ്റെ മികവ് കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. കാരണം രാജീവ് നല്ല വിവരമുള്ള നേതാവാണ്, കഴിവുള്ള നേതാവാണ്, താത്വികനാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ സാധാരണക്കാർക്കിടയിൽ അദ്ദേഹം അത്ര സമ്മതനല്ല. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ പോലും സാധാരണക്കാർക്ക് അത്ര പെട്ടെന്ന് ദഹിക്കുന്നതല്ല. അവരോടുള്ള അടുപ്പവും അദ്ദേഹത്തിന് കുറവാണ്. മന്ത്രിയായപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിനും പലർക്കും എതിർപ്പുണ്ട്. ഇതൊക്കെയാണെങ്കിലും അഡ്വക്കേറ്റ് ഗഫൂർ അവിടെ വീണ്ടും സ്ഥാനാർത്ഥിയായാൽ രാജീവിന് വിജയസാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ടാണ് UDF കൊച്ചി മുസ്ലിം ലീഗിന് നൽകി കളമശ്ശേരി DCC പ്രസിഡന്റ് ഷിയാസിനെ മത്സരിപ്പിക്കാനുള്ളൊരു നീക്കം നടത്തിയത്. പക്ഷേ അത് തുഗ്ലക് തീരുമാനമായി മാറുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കൊച്ചിയിൽ ലത്തീൻ കത്തോലിക്കർ എത്രമാത്രം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും എന്ന് പറയാനാവില്ല. അവർക്കവിടെ നല്ല കരുത്തുണ്ട്. അതുകൊണ്ടാണ് അവർ അവിടെ തങ്ങൾ നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന് കടുംപിടുത്തം പിടിക്കുന്നതും. കാര്യമെന്തൊക്കെ മതേതരത്വം പുറത്ത് പറഞ്ഞാലും ക്രിസ്ത്യാനികൾ പൊതുവെ കളമശ്ശേരിയിൽ മാത്രമല്ല എവിടെയും വോട്ട് ചെയ്യുമ്പോൾ മതം നോക്കുന്നൊരു പതിവുണ്ട്. അവിടെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ കൊണ്ടിട്ടാൽ പരാജയത്തിന് സാധ്യതകൾ ഏറെയാണ്. കളമശ്ശേരിയിൽ ഷിയാസ് അത്ര ജനസമ്മതനാണെന്നും പറയാനാവില്ല. അവിടെ മുസ്ലിം ലീഗുകാരുടെ മുഴുവൻ വോട്ടും ഷിയാസിന് കിട്ടുമെന്നും പറയാനാവില്ല. ഗഫൂർ വിഭാഗം അവിടെ തിരിച്ചു കുത്താനും സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ തവണ ഗഫൂർ നിന്നപ്പോൾ കോൺഗ്രസിലെ ചിലർ അവിടെ പാലം വലിച്ചു എന്നൊരു മുറുമുറുപ്പ് അപ്പോഴേ ഗഫൂർ വിഭാഗത്തിനുണ്ട്. ഏതായാലും ഷിയാസ് കൊച്ചിയിൽ മത്സരിക്കുമ്പോൾ ആ പ്രശ്നം ഇനി ചർച്ച ചെയ്യേണ്ടതില്ല. ഈ ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് വീണ്ടും ഗഫൂറിനെ മത്സരിപ്പിച്ചാൽ അതൊരു വിഡ്ഢിത്തമാകാൻ സാധ്യത ഏറെയാണ്. പക്ഷെ അത് ഗഫൂറിനും ഗഫൂർ വിഭാഗത്തിനും അറിയില്ലെന്ന് മാത്രം. അഥവാ അറിഞ്ഞാലും അധികാരമോഹം അതിനെല്ലാം അപ്പുറമായതുകൊണ്ട് അറിയാത്ത ഭാവം നടിക്കുകയുമാണ്. അതറിയുന്നത് കൊണ്ട് തന്നെയാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ എല്ലാം വലിയ ഇഷ്ടക്കാരനായിട്ട് പോലും അവർ ഇത്തവണ ഗഫൂറിനെ മാറ്റാൻ ആലോചിച്ചതും പുതിയ സ്ഥാനാർത്ഥിയെ പരിഗണിക്കുന്നതും. കളമശ്ശേരിയിൽ പൊതുവെ ജനസമ്മതനായ അഴിമതിയുടെ കറ പുരളാത്ത മുൻ വിദ്യാഭ്യാസ മന്ത്രി PK അദ്രബിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ വിജയം ഉറപ്പാണ്. പക്ഷെ അദ്ദേഹം ഇത്തവണ മത്സരിക്കാനില്ലെന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെയുള്ള നല്ല സ്ഥാനാർത്ഥി ഷാഫി ചാലിയമാണ്. നല്ല പ്രസംഗകനാണ്, നല്ല വിവരമുള്ള വ്യക്തിയാണ്. ഒക്കെയാണെങ്കിലും ഷാഫി ചാലിയത്തെ ഇതുവരെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ല. അതിന് കാരണം മുസ്ലിം ലീഗിലെ പണക്കാരോടുള്ള അമിതമായ പ്രതിപത്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മുസ്ലിം ലീഗിൽ സ്ഥാനാർത്ഥിയാകാനുള്ള ഒന്നാമത്തെ യോഗ്യത പണക്കാരനായിരിക്കുക, പ്രമാണിയായിരിക്കുക എന്നതൊക്കെയാണ്. പിന്നെയാണ് നല്ല പ്രസംഗകനും കഴിവുള്ളവനും ജനസമ്മതനും വിവരമുള്ളവനുമൊക്കെ ആകുക എന്നത് നേതാക്കന്മാർക്ക് മാത്രമല്ല, പണക്കാരനാണെങ്കിൽ അവരോട് ഒരു പ്രതിപത്തി മുസ്ലിം ലീഗ് അണികൾക്കും കൂടുതലാണ്. ഇത് എൻ്റെ നിഷ്പക്ഷമായൊരു വിലയിരുത്തലാണ്. അതാർക്കും നിഷേധിച്ചാലും ഒരു വസ്തുതയാണ്. ആ നിലയ്ക്ക് ഷാഫി ചാലിയത്തിനും അവിടെ സാധ്യത കുറവായിരുന്നു. പിന്നെയുള്ളത് അഡ്വക്കേറ്റ് KNA ഖാദറാണ്. അദ്ദേഹം
ഈ അർത്ഥത്തിലെല്ലാം വിജയസാധ്യതയുള്ള നേതാവാണ്. നല്ല ക്രൗഡ് പുള്ളറാണ്, നല്ല പ്രസംഗകനാണ്, ആളുകളെ കയ്യിലെടുക്കാൻ യോഗ്യനാണ്. അദ്ദേഹം മത്സരിച്ചാലും അവിടെ വിജയസാധ്യതയുണ്ട്. എന്നാൽ അതെല്ലാം തട്ടിമാറ്റി ഇപ്പോൾ ഹാരിസ് പീരാനാണ് നറുക്ക് വീണത് എന്നാണ് കേൾവി. അങ്ങനെയെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ല സ്ഥാനാർത്ഥിയാണ്, എല്ലാ അർത്ഥത്തിലും യോഗ്യതയുള്ള നേതാവാണ്. പക്ഷേ ഒരു പ്രശ്നമെന്ന് പറയുന്നത് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം ഇതിൽ കടുത്ത അതൃപ്തി ഇപ്പോഴേ അറിയിച്ചിട്ടുണ്ട് എന്നതാണ്. ആ എതിർപ്പ് പോളിംഗ് ബൂത്തിൽ പ്രതിഫലിച്ചാൽ രാജീവിന് വീണ്ടും അവിടെ വിജയിച്ച് കയറാനാവും എന്ന് മാത്രമല്ല, PK അദ്രബിനെയും ഷാഫി ചാലിയത്തെയും KNA ഖാദറിനെയും എല്ലാം മറികടന്ന് ഇപ്പോൾ തന്നെ രാജ്യസഭാംഗമായ ഹാരിസ് പീരാനെ സ്ഥാനാർത്ഥിയാക്കുന്നത് എന്തിന് എന്ന ചോദ്യവും പ്രസക്തമാണ്. അദ്ദേഹം സുപ്രീം കോടതി അഭിഭാഷകനാണ്, ലീഗിന് വേണ്ടി സുപ്രീം കോടതിയിൽ വാദിക്കുന്ന വക്കീലാണ്, നല്ല സംഘാടകനാണ്, മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ VK ബീരാൻ്റെ മകനാണ്, മുൻ വ്യവസായ വകുപ്പ് മന്ത്രി ഇബ്രാഹിം കുഞ്ഞിൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ്, സർവോപരി നല്ല സാമ്പത്തിക ശേഷിയുള്ള വ്യക്തിയുമാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അപ്പോൾ എല്ലാ യോഗ്യതയും തികഞ്ഞ വ്യക്തി എന്നുറപ്പിച്ച് പറയാം. പക്ഷേ ചില തിരിഞ്ഞു നോട്ടങ്ങൾ ഈ അവസരത്തിൽ മുസ്ലിം ലീഗ് നടത്തുന്നത് ഉചിതമായിരിക്കുമെന്ന് തോന്നുന്നു. MP ആയിരുന്നപ്പോൾ തന്നെ 2006 PK കുഞ്ഞാലിക്കുട്ടി കുറ്റിപ്പുറം നിയമസഭയിൽ മത്സരിച്ചപ്പോഴുണ്ടായ അനുഭവം ഹാരിസ് പീരാനും ഉണ്ടാവാനുള്ള ഒരു ചെറിയ സാധ്യത അവിടെ ഞാൻ കാണുന്നുണ്ട്. അധികാരത്തോടുള്ള അത്യാർത്തി ജനങ്ങളിൽ ഒരു അതൃപ്തി ഉണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ്. അല്ലെങ്കിൽ ശത്രുക്കൾ പോലും കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി അട്ടിമറിച്ച് KT ജലീൽ MLA ആകുമെന്ന് പ്രതീക്ഷിച്ചല്ല. സത്യം പറഞ്ഞാൽ മത്സരിച്ചു എന്നല്ലാതെ KT ജലീൽ പോലും വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കാൻ സാധ്യതയില്ല. കാരണം കുറ്റിപ്പുറം മുസ്ലിം ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയാണ്. അവിടെയാണ് എല്ലാവരെയും അതിശയിപ്പിച്ച അട്ടിമറി നടന്നത്. അത് KT ജലീലിനോടുള്ള പ്രതിപത്തിയേക്കാൾ അധികാരത്തിന് മേലുള്ള അത്യാർത്തിയോടുള്ള വിയോജിപ്പിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കണക്കിലെടുത്ത് മാന്യതയുണ്ടെങ്കിൽ തനിക്കിപ്പോൾ തന്നെ രാജ്യസഭാ സീറ്റുള്ള സ്ഥിതിക്ക് കളമശ്ശേരിയിൽ മത്സരിക്കാനില്ലെന്ന് പറയാനുള്ള ഉദാര മനസ്ഥിതിയാണ് ഹാരിസ് പീരാൻ കാണിക്കേണ്ടത്. അതിലൂടെ PK അദ്രബിനോ ഷാഫി ചാലിയത്തിനോ KNA ഖാദറിനോ ഒരവസരം നൽകുകയാണ് വേണ്ടത്. അതൊരു നല്ല കീഴ്വഴക്കവുമായിരിക്കും. പക്ഷേ ഹാരിസ് പീരാൻ അത്രയും ഉദാര മനസ്ഥിതി കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഹാരിസ് പീരാനും P രാജീവോടെ ഏറ്റുമുട്ടുമെന്ന് തന്നെ പറയാം. ഈ സാഹചര്യത്തിൽ തീപാറുന്നൊരു മത്സരം ഉറപ്പാണ്. അതിൽ ആര് വീഴും, ആര് കപ്പുയർത്തുമെന്ന് കണ്ടറിയാം. ഭരണവിരുദ്ധ വികാരം ഇവിടെ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. അത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കളമശ്ശേരിയിലും പ്രതിഫലിച്ചതാണ്. ആ അർത്ഥത്തിൽ ഹാരിസ് പീരാന് നല്ല വിജയസാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും കുറ്റിപ്പുറം ഒരു താക്കീതാണ്. ആ താക്കീത് മുസ്ലിം ലീഗുകാർ പെട്ടെന്നങ്ങ് മറക്കുന്നത് അത്ര നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല.